ഇക്കഴിഞ്ഞ 2022 ഖത്തർ വേൾഡ് കപ്പിൽ ലയണൽ മെസ്സിയെ എങ്ങനെയാണ് അർജന്റീനയിലെ തൻ്റെ സഹതാരങ്ങൾ ട്രീറ്റ് ചെയ്തത്, അതുപോലെ തന്നെ 2026 നെയ്മർ ജൂനിയറെ ബ്രസീലിൻ്റെ തൻ്റെ സഹതാരങ്ങൾ ട്രീറ്റ് ചെയ്താൽ ആ ഒരു വേൾഡ് കപ്പ് നൈസായിട്ട് ബ്രസീലിലെത്തും എന്നുള്ള ചർച്ചകൾ മാധ്യമങ്ങളിലും ഫുട്ബോളിൻ്റെ അപ്ഡേഷനുകളുള്ള പേജിലൊക്കെ നിരന്തരമായിട്ട് വരാറുണ്ട്. ഫാൻസിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനത്തെ ഒരു അഭിപ്രായമുണ്ട് അല്ലേ. കാരണം ആൾറെഡി ഒരു മികച്ച ഒരു 11 സെറ്റാക്കാനുള്ള ടീം ബ്രസീലിലുണ്ട്. യൂറോപ്പിലെ മികച്ച ലീഗുകളിൽ കളിക്കുന്ന ക്വാളിറ്റി ഫുട്ബോൾ കളിക്കുന്ന താരങ്ങൾ വിനീഷ്യസ് ജൂനിയർ, റാഫിഞ്ഞ ഉൾപ്പെടെയുള്ള താരങ്ങൾ ബ്രസീലിൻ്റെ നിരയിലുണ്ട്. റാഫിഞ്ഞ ചാമ്പ്യൻസ് ലീഗിലെ ഏറ്റവും മികച്ച താരമായി റൗണ്ട് ഓഫ് ലീഗ് ഘട്ടം കഴിഞ്ഞപ്പോൾ ഏറ്റവും മികച്ച കളിക്കാരന് റാഫിഞ്ഞയാണ്. വിനീഷ്യസ് റയലിൽ കത്തിത്തിളങ്ങി നിൽക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ റോഡ്രിഗോക്ക് സൗദിയിൽ നിന്നും പ്രീമിയർ ലീഗിൽ നിന്നും ഒക്കെ മികച്ച ഓഫറുകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അങ്ങനെ ഒരു മികച്ച ഒരു 11 സെറ്റാക്കാൻ ബ്രസീലിന് 2026 കഴിയും. 2026 ഒരു മികച്ചൊരു ടീമുമായിട്ട് ബ്രസീലിന് പോകാൻ കഴിയും. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ സാവിഞ്ഞോ, ബ്രസീലിൻ്റെ പുത്തൻ താരോദയം സാവിഞ്ഞോ ഇപ്പോൾ നെയ്മറുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. ഇത് നെയ്മറിൻ്റെ അവസാന വേൾഡ് കപ്പായിരിക്കും, അതിനാൽ ഞങ്ങൾ അദ്ദേഹത്തിനായിട്ട് ജീവൻ നൽകും. ബ്രസീലിൻ്റെയും അതുപോലെ മാഞ്ചസ്റ്റർ സിറ്റിയുടെയൊക്കെ പുത്തൻ താരോദയം സാവിഞ്ഞോയാണ് ഈ ഒരു സംസാരിച്ചിട്ടുള്ളത്. ഏതായാലും നെയ്മർ ജൂനിയർ കളത്തിലേക്ക് തിരിച്ചു വരേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അദ്ദേഹം. അൽ ഹിലാലുമായിട്ടുള്ള കരാർ റദ്ദാക്കി അദ്ദേഹത്തിൻ്റെ ബാല്യകാല ക്ലബിലേക്ക് സാന്റോസിലേക്ക് തിരിച്ചു എത്തി. ഇനി അദ്ദേഹം പുതുതായിട്ട് കളത്തിലേക്ക് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം കളത്തിലിറങ്ങുന്ന ഒരു മത്സരം അദ്ദേഹത്തിൻ്റെ ബാല്യകാല ക്ലബിൽ തന്നെയാണ്. ഈ വരുന്ന മാർച്ചിൽ ബ്രസീലിൻ്റെ അടുത്ത മത്സരങ്ങൾ, ഇന്റർനാഷണൽ മത്സരങ്ങൾ, വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ വരുന്നുണ്ട്. കൊളംബിയയുമായിട്ടും അർജന്റീനയുമായിട്ടൊക്കെയാണ് ആ മത്സരങ്ങൾ. കൊളംബിയയുമായിട്ടുള്ള മത്സരത്തിലായിരിക്കും അദ്ദേഹത്തിൻ്റെ നാഷണൽ ടീമിലേക്കുള്ള തിരിച്ചുവരവിൽ ആദ്യത്തെ മത്സരം. ബ്രസീലിൽ നെയ്മറെ മുൻനിർത്തിയിട്ട് മെസ്സിയെ അർജന്റീന താരങ്ങൾ ട്രീറ്റ് ചെയ്ത പോലെ തന്നെ 2026 നെയ്മർ ജൂനിയർക്ക് വേണ്ടിയിട്ട് ബ്രസീൽ താരങ്ങൾ അണിഞ്ഞിറങ്ങിയാൽ ആ ഒരു വേൾഡ് കപ്പ് നൈസായിട്ട് ബ്രസീലിൽ എത്തും എന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. കാരണം മികച്ച ഒരു 11 മാത്രം പറയണ്ട, 2-3 ടീമൊക്കെ ഉണ്ടാക്കേണ്ട. നമ്മൾ കഴിഞ്ഞ വേൾഡ് കപ്പിൽ ബ്രസീൽ ടീമിനെ എല്ലാവരും കളിയാക്കിയുന്ന പോലെ ABC പോലുള്ള ടീമുകളൊക്കെ ഉണ്ടാക്കാൻ താരങ്ങൾ ബ്രസീലിലുണ്ട്. നെയ്മർ പറഞ്ഞ പോലെ ഒന്ന് വാർത്തെടുക്കേണ്ട അല്ലെങ്കിൽ ഒന്ന് ടീം സെറ്റാക്കേണ്ട സാഹചര്യം മാത്രമേ ഉള്ളൂ ബ്രസീലിൽ. ഏതായാലും ബ്രസീലിൻ്റെ പുത്തൻ താരോദയം സാവിഞ്ഞോ പറഞ്ഞ വാക്കുകളാണ്, നെയ്മറിന് വേണ്ടിയിട്ട് ഞങ്ങൾ ജീവൻ നൽകും. 2026 നെയ്മറിൻ്റെ ലാസ്റ്റ് വേൾഡ് കപ്പ് ആയിരിക്കും എന്നുള്ളത്.